ശ്രീ PM സുരേഷ് ബാബു, നമസ്തേ. ഒറ്റ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും രസകരമായി തോന്നിയ സ്റ്റേറ്റ്മെൻറ്റ്, അധികം ആളൊന്നുമില്ല എന്നുള്ളത് സമ്മതിക്കുമ്പോഴും ഒരു ദേശീയ പാർട്ടി തന്നെയാണല്ലോ CPI. ഇടതുമുന്നണിയുടെ ഒരു വക്താവ് എന്നുള്ള നിലയിലാണ് അങ്ങയോട് ചോദിക്കുന്നത്. CPI ഒരു പ്രമേയം പാസാക്കി. അവരുടെ വിഷമം, അവരുടെ ആശങ്ക ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ വേട്ടയാടുന്നതല്ല, ഇസ്കോൺ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതല്ല, അന്നമൂട്ടുന്ന കൈകൾ തച്ചുടയ്ക്കുന്നതല്ല. അവരുടെ കൺസേൺ, ആശങ്ക, ഈ സാഹചര്യം BJP മതധ്രുവീകരണത്തിന്, രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാതെ നോക്കണം എന്നാണ്. 4, 3, 7 വോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അത്രയും സീറ്റായിക്കോട്ടെ, ഒരു ദേശീയ കക്ഷിയെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ, കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായ CPIയുടെ ആശങ്ക, എങ്ങാനും BJP അവിടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമോ എന്നുള്ളതാണ്. ഇതിൽ ആത്മാർത്ഥതയുണ്ടോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? ഒരു DNA എന്നല്ലേ പറയുന്നത്, ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ? ഇപ്പോൾ അവസാനിപ്പിച്ച വാചകം ഒരു കാലഹരണപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ സംഹിത മാത്രമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 1947 വിഭജിക്കപ്പെട്ടതോടുകൂടി മറ്റൊരു രാഷ്ട്രമായി അത് രൂപപ്പെട്ട് ലോക ഭൂപടത്തിൽ ഒരു പുതിയ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയും പാകിസ്ഥാനും അവതരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയുടെയും കൂടി സഹായത്തോടു കൂടി പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാനും ബംഗ്ലാദേശുമായി രൂപപ്പെട്ടു വരുന്നത് എന്നൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഞാനതിവിടെ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. അവിടെ ഈ പറയുന്ന നമ്മുടെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മത സംഹിതയുടെ ഭാഗമായി നമ്മൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനകത്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായ പ്രത്യേക ഭരണകൂടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റിതര മതങ്ങൾക്ക് സംരക്ഷണം കിട്ടണം എന്ന പൊതു സമീപനമാണ് ഇന്ത്യ രാജ്യം കാലാകാലമായി എടുത്തുകൊണ്ടിരുന്നത്. അത് ഹിന്ദുവായാലും, ബംഗ്ലാദേശിലെ ഹിന്ദുവായാലും, പലസ്തീനിലെ ഹമാസിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളായാലും, എവിടെയൊക്കെ ആരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അത് അവസാനിപ്പിക്കണമെന്ന് രാഷ്ട്രാന്തര തലത്തിൽ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള വേദികളിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതൊരു വസ്തുത മാത്രമാണ്. അതൊരു ഗവൺമെൻറ്റിൻ്റെയും കൂടി ഉത്തരവാദിത്വവും ഭാഗവുമാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെൻറ് നിർവഹിക്കുന്നില്ല എന്ന ആക്ഷേപം എനിക്കില്ല. ഇന്ത്യ ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവരുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യരുതെന്ന് രാജ്യാന്തര തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ ശ്രീ റോണി പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം സമീപനങ്ങൾ ഉണ്ടായി എന്നത് സമ്മതിക്കുകയുമാണ്. പാർലമെൻറ്റിനകത്ത് നടന്നിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ അകത്തല്ല, പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട സമിതികളിലൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യൻ പാർലമെൻറ്റ് ഇപ്പോൾ സമ്മേളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ മുന്നണി ഒരു അടിയന്തര പ്രമേയത്തിൻ്റെയോ ശ്രദ്ധ ക്ഷണിക്കലിൻ്റെയോ ഭാഗമായി ആ കാര്യം ഉന്നയിക്കാത്തത് എന്നത് എന്നെ കൂടി അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അത് മാത്രവുമല്ല, അതിനപ്പുറത്തേക്ക് പോയാൽ ഈ രാജ്യത്ത് ഈ മറ്റിതര രാജ്യത്തിൽപ്പെട്ട ഇസ്രായേൽ പോലെ, പലസ്തീൻ പോലെയുള്ള സമൂഹത്തിൻ്റെ അകത്ത് മതന്യൂനപക്ഷങ്ങൾ ധ്യാനിക്കപ്പെടുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുവേദികളിൽ രംഗത്ത്, പൊതു റോട്ടിൽ പ്രക്ഷോഭത്തിൻ്റെ മാർഗം സ്വീകരിച്ച് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ലോക ശ്രദ്ധ ഈ കാര്യത്തിൽ, ലോകത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ കൂടെ ഇന്ത്യയിലെ സമൂഹമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടായിട്ടുള്ളത്. മറിച്ച് അത് ജനങ്ങളിലേക്ക്, അത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ
പ്രക്ഷോഭ പരിപാടികൾ കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ് എന്ന് തന്നെയാണ് ഖണ്ഡിതമായ സുവിന്ദിതമായ എൻ്റെ അഭിപ്രായം. പിന്നെ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടുകൾ, ആ നിലപാടിനെക്കുറിച്ച് പറയാൻ ഞാൻ ശക്തനല്ല. കാരണം അതൊരു പാർട്ടിയുടെ മാത്രമായ നിലപാടാണ്. മറിച്ച് ഇന്ത്യ മുന്നണി ആണ് ആ തീരുമാനമെടുത്തതെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്കും കഴിയുമായിരുന്നു. മറ്റത് ആ പാർട്ടിയുടെ അഭിപ്രായമാണ്. ആ പാർട്ടി മറ്റു തരത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ആളുകളുടെ വേദനയിൽ പങ്കാളികളാകാതെ, ആ വേദനയിൽ ഏതെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുതലെടുപ്പാകരുത് എന്ന് വ്യാകുലപ്പെടുന്നത് ഒരു ഉചിതമായ സമീപനമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും അതിനെക്കുറിച്ച് ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായ കീഴ്വഴക്കമല്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തിനോടുള്ള ഒരു പീഡന മനോഭാവങ്ങളും പീഡനങ്ങളെയും ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയമാക്കത്തക്ക വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഇന്ത്യ മുന്നണി വരേണ്ടതാണ് എന്ന അഭിപ്രായം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്.